വയനാട് മേപ്പാടി മുണ്ടക്കൈ ടൗണിലും ചൂരൽമലയിലും വൻ ഉരുൾപൊട്ടൽ. ഇന്ന് പുലർച്ചെയോടെ മുണ്ടക്കൈയിലാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്, അവിടേക്ക് എത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. വലിയ ദുരന്തം, ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട്. അപ്പോൾ വണ്ടികളും ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി കൊണ്ട് കടത്തിവിടാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ രക്ഷിക്കണം. അതേ പറയാം, എത്രയും പെട്ടെന്ന്. ഓക്കെ, നിലവില് മുണ്ടക്കൈ പ്രദേശത്താണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. പക്ഷെ മുണ്ടക്കൈയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചൂരൽമലയിലെ പ്രധാനപ്പെട്ട പാലം തകർന്നു പോയി, മറ്റൊരു മാർഗവും അവിടേക്ക് കടന്നു ചെല്ലാനില്ല. അട്ടമലയിലും അത് തന്നെയാണ് അവസ്ഥ. എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല, എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് ഉള്ളത് എന്നറിയില്ല. ഒരുപാട് പേർ ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നു. ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗത്തെ കച്ചവട സ്ഥാപനങ്ങൾ നിൽക്കുന്ന ഒരു ഭാഗത്തെ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് മലവെള്ളം കടന്നു വന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ്. ഒരുപാട് കാഷ്വാലിറ്റികൾ ഉണ്ടെന്ന് പറയുന്നു, പലരും വിളിക്കുന്നുണ്ട്. പക്ഷെ എവിടെ കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ എല്ലാ സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണ്. അർജുൻ PS ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അർജുൻ, ഇപ്പോഴത്തെ അവസ്ഥ? മുണ്ടക്കൈ പ്രദേശത്തേക്ക് അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറെ വിഷമകരമായിട്ടുള്ളത്. അതായത് ആ മുണ്ടക്കൈയിലേക്ക് എത്തുന്ന ഇടത്തേക്ക് റോഡുകളും അതുപോലെ തന്നെ പാലമുണ്ട്, ആ പാലവും അടക്കം തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഈ മുണ്ടക്കൈ മേഖലയിൽ എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നിരവധി പാടികളുള്ള സ്ഥലമാണ്. അതായത് എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല, 100-ലധികം വീടുകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ആ വീടുകളൊക്കെ മണ്ണിനടിയിലായിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗികപരമല്ലാത്ത, അതായത് സ്ഥിരീകരിക്കാത്ത ചില വസ്തുക്കൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്, വയനാട് എല്ലായിടത്തും ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലാകെ വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണ്. ഇത്തരത്തിൽ ഈ ഉരുളുപൊട്ടിയ സ്ഥലം മാത്രമല്ല, സ്ഥലങ്ങളിലൊക്കെ ആ വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും സേഫായി ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ നമ്മളെ കേൾക്കുന്നവരോട്, ജനങ്ങളോട് പറയാനുള്ളത്. ഇന്ന് രാവിലെ ഒരു 2 മണിയോടെയാണ് ഇത്തരത്തിൽ മുണ്ടക്കൈയിൽ ആദ്യം ഉരുളുപൊട്ടുന്നത്. പിന്നീട് ഒലിച്ചു വന്ന ചൂരൽമല ടൗണിലേക്ക് വെള്ളം എത്തുകയായിരുന്നു. തുടർന്ന് ചൂരൽമല ടൗണിന്റെ ോളം ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, വെള്ളത്തിനടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ മല വരെ മാത്രമേ ആളുകൾക്ക് എത്താൻ കഴിയുന്നുള്ളൂ. റെസ്ക്യൂ നടത്തുന്ന ജനങ്ങൾക്കും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും പോലീസിനും അടക്കം എത്തുവാൻ കഴിയുന്നത്, നമുക്കടക്കം എത്തുവാൻ കഴിയുന്നത് ഇത്തരത്തിൽ ചൂരൽമലയിൽ മാത്രമാണ്. ആ ചൂരലിൽ നിന്ന് പിന്നീടും മുണ്ടക്കൈയിലേക്ക് പോകുവാനുണ്ട്. അത്തരത്തിൽ മുണ്ടക്കൈയിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ രക്ഷാദൗത്യത്തെ ഏറെ ദുസ്സഹമാക്കുന്നത്. അത്തരത്തിൽ എയർ ആംബുലൻസ് അടക്കം ഈ എല്ലാ സാഹചര്യങ്ങൾ ഒരുക്കണമെന്നും ഹെലികോപ്റ്റർ അടക്കമുള്ള സാഹചര്യങ്ങൾ എത്തിക്കണമെന്നുമാണ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്ന റെസ്ക്യൂ ചെയ്യുന്നവരുടെയും ആവശ്യം. MLA അടക്കമുള്ള TCC അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ കൂടി കൂടിയാലോചന അല്പസമയത്തിനകം ഉണ്ടാകും. ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുക. മാത്രമല്ല, ഈ മല ഭാഗത്തടക്കം ഈ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് മേപ്പാടി ടൗണിലടക്കം വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ചൂരൽമലയ്ക്ക് അടക്കം വാഹനങ്ങൾ എത്തുവാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. റോഡ് സൈഡിലൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ടത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ അധികൃതർക്ക് അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല, ഇവർ പറയുന്ന ഒരു സാഹചര്യമുണ്ട്, ആരും വെറുതെ ഒരു സ്ഥലത്തേക്ക് ആരും പോകരുത്, ഈ രക്ഷാപ്രവർത്തനം കാണുവാൻ വേണ്ടി മാത്രമായി ആരും പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. അത് കൃത്യമായി തന്നെ ജനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു പറയുന്നതും. രക്ഷാപ്രവർത്തനം പുരോഗമിക്കേണ്ടതുണ്ട്. മുണ്ടക്കൈയിലേക്ക് എത്തിപ്പെടാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. വനമേഖലയാണ്, ചുറ്റും വനം ഉള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനാൽ തന്നെയും ഇപ്പോഴും ഇത്തരത്തിലൂടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഔദ്യോഗികപരമായിട്ട് നമുക്കിത് പറയാൻ കഴിയില്ലെങ്കിലും നാട്ടുകാർ പറയുന്നത് പ്രകാരം ഇപ്പോൾ 3 തവണ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.